നമ്മളൊക്കെ വിചാരിച്ചു SRH ഈ പ്രാവശ്യം തകർക്കും. ബോളർമാർക്ക് എന്തായാലും അവരോട് കളിക്കുമ്പോൾ ഒരു ശവപ്പറമ്പായിരിക്കും. അങ്ങനെയാണ് ഇങ്ങനെ ഫയറാണ് നോക്കുമെങ്കിൽ ആ ബാറ്റിംഗ് ലൈനപ്പ്. എന്നാ പെർഫോമൻസ് പുറത്തോട്ട് വരുമ്പോൾ ഫ്ലവറിന്റെ പെർഫോമൻസ് ആണ് ഈ പ്രാവശ്യം എന്തായാലും പുറത്തേക്ക് വന്നെന്ന് പറയേണ്ടിയിരിക്കും. വളരെ ദയനീയമായ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് 9 റൺസിൽ 3 വിക്കറ്റ് നഷ്ടമാകും. അതും പ്രത്യേകിച്ച് ഈഡൻ ഗാർഡൻ ബോർഡിലെ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയ ഒരു പിച്ച്. ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ വളരെ വലിയ ഗ്രൗണ്ട് ഒന്നുമല്ല, വളരെ ചെറിയ ഒരു ഗ്രൗണ്ടിൽ അവര് 9 റൺസിന് 3 വിക്കറ്റ് നഷ്ടമാക്കി കളയും. SRHന്റെ ബാറ്റിംഗ് ഗുണ്ടകളുടെ പെർഫോമൻസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ട്രാവൽസ് ഹെഡ് വലിയ ഞാൻ കുറ്റം പറയുന്നില്ല. ആദ്യത്തെ കളിയിൽ 67, 47, 22, 4. എന്നാൽ നമ്മുടെ കൺസേൺ അഭിഷേക് ശർമ്മ എന്ന ഇന്ത്യയുടെ 2020 ഓപ്പണറാണ്. ആദ്യത്തെ മത്സരത്തിൽ 24, രണ്ടാമത്തെ മത്സരത്തിൽ 6, മൂന്നാമത്തെ മത്സരത്തിൽ 1, ഇന്നത്തെ മത്സരത്തിൽ 2 റൺസ്. ഇഷാൻ കിഷൻ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറാണ്. നമ്മളെല്ലാവരും അയ്യോ എന്നാ പെർഫോമൻസ് ആയിരുന്നു, കമാൽ തിരിച്ചു വന്നു, സൂപ്പർ പെർഫോമൻസ്, ഒരു ടീമിലേക്ക് തിരിച്ചു വരും, ഇനി സഞ്ജു സാംസൺ ഒരു ഭീഷണിയാണ്. 106 ആദ്യത്തെ മത്സരത്തിൽ, രണ്ടാമത്തെ കളിയിൽ ഡക്ക്, അതിന് മുമ്പുള്ള മത്സരത്തിൽ 2, ഇന്ന് 2. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പുള്ള വീഡിയോ പറഞ്ഞതുപോലെ വർഷത്തിൽ ഒരു 200 അടിക്കും, വർഷത്തിൽ ഒരു 100 അടിക്കും. അത് കഴിഞ്ഞ പുള്ളി പിന്നെ അനങ്ങത്തില്ല. അത്രയൊക്കെ പറ്റും. നമ്മളെ കൊണ്ട് ഈ 30, 20, 50 റൺസ് ഒന്നും പറ്റത്തില്ല. ഒറ്റ ആ കളിയിൽ വന്ന് 100 എടുക്കും, പിന്നെ നമ്മൾ കളിക്കും. പിന്നെ നമ്മൾ ഇനി അടുത്ത സീസണിൽ നമ്മളെ വേറെ ഏതെങ്കിലും ടീം ഇപ്പം ഈ ഒരു പെർഫോമൻസ് കാഴ്ച നോക്കുമ്പോൾ ഇപ്പൊ ഇവർക്ക് തന്നെ സംശയം വരുമല്ലോ ടീം വെക്കണോ ഇല്ലയോ. അടുത്ത സീസണിൽ വേറൊരു ടീം തന്നെ എടുക്കും, അവിടെ പോയി ഞാനൊരു പെർഫോമൻസ് കാഴ്ച വെക്കുന്നുള്ളൊരു മട്ടിലുള്ളത്. പിന്നെ നമ്മുടെ നിതീഷ് കുമാർ റെഡ്ഡി 30, 2, 0, 19 നോക്കുമെങ്കിൽ 3 ഇന്ത്യൻ പ്ലെയറും ഒരു വിദേശ പ്ലെയറും. അവിടെ ഇങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയാ. SRH അടുപ്പിച്ച് 5 കളിയാണ് KKRനോട് പരാജയപ്പെടുന്നത് ഇതുവരെ. ഫൈനലും ഇന്നത്തെ മത്സരം കൂടെ കൂട്ടുമ്പോഴത്തേന് 5 കളിയിൽ പരാജയപ്പെടുന്നു. പ്രത്യേകിച്ച് അരോര ഇന്ന് രണ്ടാമത്തെ ബോളിൽ ട്രാവൽസ് ഹെഡിനെ അരോര പറഞ്ഞയക്കും. മിച്ചൽ സ്റ്റാർക്ക് കഴിഞ്ഞാൽ ട്രാവൽസ് ഹെഡിന്റെ വിക്കറ്റ് സിമ്പിൾ ആയിട്ട് വന്ന് ഒരു ഹെഡേക്കും ഇല്ലാതെ എടുക്കുന്ന ഒരു ബോളറാണ് അരോര. പ്രത്യേകിച്ച് ഇന്ത്യൻ ബോളർക്ക് ടഫ് ടൈം തന്നെ ആയിരുന്നു ട്രാവൽസ് ഹെഡ്. വേൾഡ് കപ്പിലായാലും BGTയിലായാലും 2020-ലായാലും എനിക്ക് ഒരു തലവേദനയാണ്. എന്നാൽ അരോര പറയുന്നത് എനിക്ക് ഈ പുള്ളി ഒരു തലവേദനയല്ല, ആദ്യത്തെ ഓവർ തന്നെ പുള്ളിയെ ഞാൻ മടക്കി അയക്കുമെന്നാണ് അരോര പറയുന്നത്. അതുപോലത്തെ പെർഫോമൻസ് തന്നെ അരോര കാഴ്ചവെച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. പാറ്റ് കമ്മിൻസിന്റെ പൂവർ ക്യാപ്റ്റൻസി എന്ന് പറയേണ്ടിയിരിക്കും. കിഷൻ അൻസാരി 3 ഓവറിൽ 25 റൺസ്, 1 വിക്കറ്റ് എടുക്കുന്നു. പുള്ളിക്ക് ഓരോ ഓവർ കൊണ്ട് അവശേഷിക്കുന്നു, കൊടുക്കുന്നില്ല. ഇവര് മെൻഡിസിനെ ടീമിലോട്ട് കൊണ്ടുവന്നു. ഇടത്തെ കൈകൊണ്ടും വലത്തെ കൈകൊണ്ടും ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് കെ മെൻഡിസ്. ഒരു വെറൈറ്റി ബോളറാണ്. പുള്ളി മെയിൻ വിക്കറ്റ് രഘുവംശയുടെ വിക്കറ്റ് അവിടെ എടുക്കുന്നു, പുള്ളിക്ക് പിന്നെ ഓവർ കൊടുക്കുന്നില്ല. പിന്നെ കൊണ്ടുവരുന്നത് സിംജിത് സിംഗിനെ കൊണ്ടുവരുന്നു, പട്ടേലിനെ കൊണ്ടുവരുന്നു, പാറ്റ് കമ്മിൻസ് വരുന്നു. പാറ്റ് കമ്മിൻസ് 4 ഓവറിൽ 46 റൺസ് വഴങ്ങുന്നു. സിംജിത് സിംഗ് 4 ഓവറിൽ 47 റൺസ് വഴങ്ങുന്നു. അക്ഷൽ പട്ടേൽ 4 ഓവറിൽ 43 റൺസ് വഴങ്ങുന്നു. ഏകദേശം KKRന്റെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ രഹാനെയും രഘുവംശിയും ഔട്ടായതിനു ശേഷം ഫോമില്ലാത്ത വെങ്കടേഷ് അയ്യരും റിങ്കു സിംഗും ഒന്ന് സ്ട്രഗിൾ ചെയ്തു. ഏകദേശം 11 മുതൽ 15-ാമത്തെ ഓവർ വെറും 38 റൺസ് ആണ് അവർക്ക് എടുക്കാൻ കഴിഞ്ഞത്. റൺ റേറ്റ് നോക്കുമെങ്കിൽ 7.60. അവിടെ ഒരു സ്പിന്നിനെ കൊണ്ടുവന്ന് അവരുടെ വിക്കറ്റ് എടുക്കാൻ നോക്കാതെ ഫാസ്റ്റ് ബോളിലേക്ക് കൊണ്ടുപോയി ഒരു ഋതവും ഇല്ലാത്ത രീതിയിൽ ബോൾ ചെയ്യുന്നു. അവർക്ക് കളിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നു. പിന്നെ അവരെടുക്കുന്ന അവസാനത്തെ ഓവറിൽ 16 മുതൽ 20 വരെ ഓവറിൽ അവർ നേടുന്ന 78 റൺസ്, 2 വിക്കറ്റ് നഷ്ടപ്പെട്ടു. അതോടെ ഏകദേശം അവർ സ്കോർ സെറ്റ് ചെയ്തു. ഒരു 200 എന്ന് പറഞ്ഞ ഒരു ഭേദപ്പെട്ട ഒരു സ്കോർ എന്തായാലും സെറ്റ് ചെയ്തു. നോക്കുമെങ്കിൽ വളരെ ദയനീയമായ ഒരു പെർഫോമൻസ് തന്നെ പറയാം SRHനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ എല്ലാ ദിവസവും 300 പ്രതീക്ഷിച്ചിരിക്കുന്നു. ഗ്രാഫ് ഇപ്പൊ താഴോട്ട് പോകുന്നത്. മത്സരം തോക്കുക മാത്രമല്ല ചെയ്തത്, നല്ലൊരു റൺ റേറ്റ് KKRന് കൊണ്ട് കൊടുക്കുകയാണ്. അതെന്തായാലും പോയിന്റ് ടേബിളിൽ അത് റിഫ്ലക്ട് ആവുകയും ചെയ്യും. SRH 10-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നു, KKR അത് 5-ാം സ്ഥാനത്തേക്ക് വരുന്നു. പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാനത്ത് എന്നെത്തി നിൽക്കുകയാണ്. ഈ ഒരു പെർഫോമൻസ് ആണെങ്കിൽ ആ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കാനേ ചാൻസ് ഉള്ളൂ. മെയിനായിട്ട് അഭിഷേക് ശർമ്മയും ട്രാവൽസ് ഹെഡിന്റെയും വിക്കറ്റ് ആദ്യത്തെ 6 ഓവറിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ ടീമിന്റെ കാര്യം ഇതൊക്കെ തന്നെയായിരിക്കും. ഇഷാൻ കിഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഴയകാലമായി പരിശോധിക്കാൻ പറ്റും. പഴയകാലം പരിശോധിക്കുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. വലിയ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നവർ ഇന്ത്യൻ ടീമിൽ ഇട്ടു, വേൾഡ് കപ്പ് ടീമിൽ ഇട്ടു, നമ്മൾ കണ്ടതാണ് പെർഫോമൻസ്. ഒരു തലവേദന തന്നെയായിരുന്നു. പിന്നെ കോൺട്രാക്ട് നിന്ന് പുറത്തു പോകുന്നു. ഡൊമസ്റ്റിക്കിലായാലും വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കുന്നില്ല. ഇതുപോലെ വന്ന് വർഷത്തിൽ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും. നിതീഷ് കുമാർ റെഡ്ഡിക്ക് എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ല. ഹെൻറി കാൽസനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ അഭിപ്രായത്തിൽ പുള്ളി നമ്പർ 4 ആണോ ഒന്ന് ടെസ്റ്റ് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. പുള്ളി സംബന്ധിച്ചോളം എങ്ങനെ ബാറ്റ് ചെയ്യാൻ 50 റൺസിൽ 3 വിക്കറ്റ് നഷ്ടപ്പെടുന്നു. നല്ല രീതിയിൽ KKR ബോൾ ചെയ്യുന്നു. അവർക്കറിയാം വലിയ ബെനിഫിറ്റ് ഒന്നും ഈഴങ്കാളിലെ പിച്ചിൽ കിട്ടാറില്ല ബോളർമാരെ സംബന്ധിച്ച്. ഒരു കറക്റ്റ് ലെങ്ത് പിടിച്ച് ആ ലെങ്തിൽ തന്നെ ബോൾ ചെയ്ത് ലോ ബോളർ ആയാലും കട്ടർ ആയാലും ബൗൺസർ ആയാലും ലോ ബൗൺസർ ആയാലും എറിഞ്ഞ് നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം ആയെന്ന് തന്നെ പറയാം. അരോര, ട്രാവൽസ് ഹെഡിന്റെ, ഇഷാൻ കിഷന്റെ, ഹെൻറി കാൽസനെ സംബന്ധിച്ചിടത്തോളം ആ വിക്കറ്റ് ഇമ്പോർട്ടന്റ് തന്നെയായിരുന്നു പറയുന്നത്. കാരണം ഹെൻറി കാൽസനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഒരു കുറച്ചും കൂടെ സ്കോർ ക്ലോസിലോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ, എന്നാൽ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിക്കറ്റ് എടുക്കുന്നു. ഇമ്പോർട്ടന്റ് 3 വിക്കറ്റ് എടുക്കുന്നു. അവരുടെ നടു ഒടിച്ചെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ വരുൺ ചക്രവർത്തി നല്ല ബോളിംഗ് പെർഫോമൻസ് എന്ന് പറയേണ്ടിയിരിക്കും. പ്രത്യേകിച്ച് ബാറ്റർമാര് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് തന്നെ കാണുന്നത് വരുൺ ചക്രവർത്തിയുടെ 4 ഓവർ.
ആ ഒരു 4 ഓവർ കഴിച്ചു കൂട്ടാൻ വേണ്ടിയാണ് ബാറ്റർമാര് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ദയനീയമായ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ഇന്ന് SRHനെ സംബന്ധിച്ചുള്ളത്. ബാറ്റിങ്ങിലായാലും ക്യാപ്റ്റൻസിയിലായാലും ബോളിങ്ങിലായാലും ക്യാപ്റ്റൻ തന്നെ 40 റൺസ് മേളിൽ വഴങ്ങുന്നു 4 ഓവറിൽ. ഒരു ഓവറിൽ 21 റൺസ് ആണ് ക്യാപ്റ്റൻ തന്നെ കൊടുക്കുന്നത്. KKRനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഓപ്പണർമാരെയാണ് അവർക്ക് ചെറിയൊരു കൺസേൺ. ഡീകോക്കിന്റെയും സുനിൽ നാരായണനും ബാറ്റ് കൊണ്ട് ഒരു കോൺട്രിബ്യൂഷൻ കാഴ്ചവെക്കാൻ കഴിയുന്നില്ല എന്നൊരു കൺസേൺ അവർക്കുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ അവരുടെ കൺസേൺ മിഡിൽ ഓർഡർ ആയിരുന്നു. മിഡിൽ ഓർഡർ ഇന്ന് സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് പറയുന്നത്. രഹാനെയും രഘുവംശിയും കൂടെ ചേർന്ന് നല്ലൊരു ഇന്നിംഗ്സ് എടുത്തുയർത്തുന്നു. ടീമിനെ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് കൊണ്ടെത്തിക്കാൻ ആ ഇന്നിംഗ്സിനായി. പിന്നെ വെങ്കടേഷ് അയ്യരും റിങ്കു സിംഗും കൂടെ അവിടത്തേക്ക് കടന്നു വരുന്നു. സൂപ്പർ ഒരു ഇന്നിംഗ്സ് കാഴ്ചവെക്കാൻ രണ്ടുപേർക്കും കഴിഞ്ഞു. ആദ്യമേ വെങ്കടേഷ് അയ്യരും റിങ്കു സിംഗും ഒന്ന് സ്ട്രഗിൾ ചെയ്തു, ഏകദേശം 18 ബോളോളം ഔട്ട് ചെയ്തു. അവിടുന്ന് അവസാനത്തെ 4 ഓവറിൽ 78 റൺസ് നേടാൻ അവർക്കായി. ഒന്ന് KKR ഒരു 180 റൺസ് എടുത്തിരുന്നെങ്കിൽ പോലും ആ സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞേനെ. അതുപോലെ ഒരു നല്ല വേൾ ക്ലാസ് ബോളിംഗ് ലൈനപ്പ് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കും. നല്ലൊരു പെർഫോമൻസ് ത്രൂ ഔട്ട് ഇന്നിംഗ്സിൽ. എന്തായാലും അയ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇന്നിംഗ്സിന് ആവശ്യം തന്നെയായിരുന്നു. റിങ്കു സിംഗിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ആഫ്രിക്ക സീരീസ് ആയാലും വലിയൊരു പെർഫോമൻസ് റിങ്കുവിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. നല്ല ടച്ചിൽ തന്നെയാണെന്ന് രണ്ടുപേരും എന്തായാലും ഒന്ന് തെളിയിച്ചു. നല്ല ഒരു പെർഫോമൻസ് എന്തായാലും ഓവറോൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 4 ഇന്ത്യൻ പ്ലെയർമാരാണ് കളിച്ചത്. അജിങ്ക്യ രഹാനെ ആയാലും രഘുവംശി ആയാലും വെങ്കടേഷ് അയ്യർ ആയാലും റിങ്കു സിംഗ്, 4 ഇന്ത്യൻ പ്ലെയർമാർ നല്ല സൂപ്പർ ഇന്നിംഗ്സ് കാഴ്ചവെച്ചു. നല്ല ഒരു ലൈനപ്പ് തന്നെ ഇന്ത്യൻ ബാറ്റിംഗ്, നല്ലൊരു ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പ്, സ്ട്രോങ് ലൈനപ്പ് ഉണ്ടെന്ന് അവർ തെളിയിച്ചു. കുറച്ച് കൺസേൺ വിദേശ താരങ്ങളെയാണ്. ഡീകോക്കും സുനിൽ നാരായണനും ആൻഡ്രെ റസലിന്റെയും ഫോം ഈ ഒരു കൺസേൺ തന്നെയാണ്. ഡീകോക്ക് രണ്ടാമത്തെ മത്സരത്തിന് ശേഷം പിന്നെ അങ്ങോട്ട് കളിക്കുന്നതായിട്ട് കാണുന്നില്ല. 97 റൺസ് എടുത്ത് പിന്നെ ഒരു മോശം പ്രകടനം തന്നെ. സുനിൽ നാരായണനായാലും മോശം പ്രകടനം, ആൻഡ്രെ റസലായാലും ബോളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും ആ ഒരു ഫോമിലേക്ക്, ആ ഒരു പീക്കിലോട്ട് വന്നിട്ടില്ല. അതിന് ചെറിയൊരു കൺസേൺ ഉണ്ട്. ബാക്കി നോക്കുവാണെങ്കിൽ സൂപ്പർ ചാമ്പ്യന്മാരുടെ ഒരു പ്രകടനം തന്നെ എന്തായാലും കാഴ്ചവെച്ചു.